നമസ്കാരം. സംഗീത സംവിധായകൻ ബാലഭാസ്കറാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. നമസ്തേ, താങ്ക് യു. കൺഫ്യൂഷൻ ആയിരുന്നു, സംഗീത സംവിധായകൻ എന്ന് പറയണോ വയലിനിസ്റ്റ് എന്ന് പറയണോ, എന്തായി അറിയപ്പെടാനാണ് ആഗ്രഹം? മ്യൂസീഷ്യൻ, അത്രയേ ഉള്ളൂ. അതിന് എനിക്കങ്ങനെ ഇന്ന മേഖലകൾ അറിയപ്പെടണം അങ്ങനെയൊന്നുമില്ല. വയലിനാണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്നെങ്കിലും, പക്ഷേ എനിക്ക് ഒരു സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്ന ഒരു വയലിനോട് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതാണ്. വയലിനാണ് പഠിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ. അത് വയലിൻ എന്നിലേക്ക് എത്തിപ്പെടുകയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. കാരണം ആ വീട്ടിൽ ഞാൻ ജനിച്ചു എന്നുള്ളതും എൻ്റെ അമ്മാവൻ വയലിനിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടും എനിക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റായി മാറി വയലിൻ, ഞാൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻസ് വെളിയിൽ കൊണ്ടുവരാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മീഡിയമാണ് വയലിൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ കെമിസ്ട്രി വയലിൻ. സംഗീതജ്ഞനായി നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും സജീവമായി സിനിമയിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും സജീവമായി നിൽക്കാൻ കഴിയും. മറ്റ് സംഗീത മേഖലകൾ വേണ്ടത്ര സിനിമയോളം സജീവമാണെന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ. അപ്പോൾ സിനിമയിൽ വലിയ ഇടവേള ഉണ്ടായി. ഇടവേള മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതും പിന്നെ സാഹചര്യങ്ങൾ അങ്ങനെ എന്താ ഒരു കണക്കിന് പറയുമ്പോൾ ഭാഗ്യം കൊണ്ട് എന്നും കൂടെ പറയണം കേട്ടോ. കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല. ഞാൻ 17ാമത്തെ വയസ്സിലാണ് എൻ്റർ ആവുന്നത് മൂവിയിലേക്ക്. പക്ഷേ അന്ന് എനിക്കൊരു ഗോഡ് ഫാദർ എന്ന് പറയുന്നൊരു അവസ്ഥ ഇല്ല മൂവിയിൽ. അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഇന്ന മൂവി നല്ലതാണ്, ഇന്നൊരു ഗ്രൂപ്പ് നല്ലതായിരിക്കും, ഇന്നത് ചൂസ് ചെയ്യണം, അങ്ങനെ പറയാനൊരു ഗോഡ് ഫാദർ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ 1-2 മൂവീസൊക്കെ ചെയ്തു. പക്ഷേ ഒട്ടും തൃപ്തി തരുന്ന രീതിയിലുള്ളൊരു വർക്കൊന്നും ആയിരുന്നില്ല എനിക്ക് തന്നെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഒന്ന് ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് തോന്നി. അങ്ങനെ മനഃപൂർവ്വം മാറുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം ചെയ്യണം എന്ന് വിചാരിച്ച സമയത്തും എനിക്ക് കാര്യങ്ങൾ വർക്കൗട്ടായില്ല, പല കാര്യങ്ങളും കൊണ്ടും. പക്ഷേ അത് ഭാഗ്യമായി എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് എൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റിയത് എന്ന് ഞാൻ പറയുന്നത്. മൂവിയിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറേ പാട്ടുകൾ ചെയ്തു കൂട്ടുന്ന ഒരു ബാലഭാസ്കറായി മാറിയാണ് എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്ന വർക്കുകൾ ചെയ്യാൻ ഒരു പക്ഷേ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നിരിക്കില്ല. ഈ ബാലഭാസ്കറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് 17ാമത്തെ വയസ്സിലാണെന്ന് പറഞ്ഞല്ലോ. യേശുദാസിനെ കൊണ്ട് 17ാമത്തെ വയസ്സിൽ ഒരു പാട്ട് പാടിക്കുന്ന സംഗീത സംവിധായകനായി സിനിമയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അനുഭവം എങ്ങനെയായിരുന്നു? ആൽബം ചെയ്യണമെന്ന് തന്നെ അന്നും എൻ്റെ താല്പര്യം. മാരിവാനസ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആൽബം ചെയ്യാനായിട്ട് ഒരു 3 പാട്ടിൻ്റെ ഡമ്മി ചെയ്ത് മാഗ്ന സൗണ്ട്, ഇന്ന് ആ കമ്പനി ഇല്ല, അപ്പോൾ അവർ ചെന്ന് കാണുന്നു. അപ്പോൾ അവർ ആൽബം ചെയ്യാൻ തയ്യാറാവുന്നു. അവരുമായിട്ട് സൈൻ ചെയ്ത് വർക്ക് മുമ്പോട്ട് പോകുന്ന സമയത്താണ് മംഗല്യ പല്ലക്ക് എന്ന് പറയുന്ന സിനിമയുടെ അതിൻ്റെ നിർമ്മാതാവും സംവിധായകരുമൊക്കെ മാഗ്ന സൗണ്ടുമായിട്ടൊരു കോൺട്രാക്റ്റിലാവുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് അവർ ആ പാട്ട് കേൾക്കുകയും അവർക്ക് അവരുടെ പ്രോജക്റ്റിലേക്ക് പാട്ടുകൾ എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനകത്ത് സിനിമയ്ക്ക് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്തത് ഒരു പാട്ടേ ഉള്ളൂ, ആകെ വെണ്ണില എന്ന് പറഞ്ഞൊരു പാട്ട്. അല്ലാതെ ബാക്കി പാട്ടുകൾ ഞാൻ ശരിക്കും ആൽബത്തിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. മാത്രവുമല്ല, ദാസാറിന് ഞാൻ ആ സിനിമയിലല്ല പാടിക്കുന്നത് ആദ്യമായിട്ട്. എന്നുവെച്ചാൽ ഞാൻ പോയി പ്രത്യക്ഷത്തിൽ കണ്ട് പാടിക്കുന്നത് അതിനകത്തല്ല, അദ്ദേഹം ട്രാക്ക് കേട്ട് പാടുമായിരുന്നു. കണ്ണാടി കടവത്ത് എന്ന് പറയുന്ന മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് പോയി സ്റ്റുഡിയോയിൽ നേരിട്ട് കണ്ട് പാടിക്കുന്നതൊക്കെ. വയലിനിലേക്ക് വന്നാൽ പലപ്പോഴും ഒരു സ്ഥായി ഭാവം, ശോകം എന്ന നിലയിലേക്ക് പലപ്പോഴും പോകുന്നു. ബാലഭാസ്കർ വയലിനുമായി നിൽക്കുമ്പോൾ ഒരു ആർദ്ര ഭാവമാണ്, മാനസിക ഭാവമാണ് നമുക്ക് വരിക. സോങ്ങുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കൂടുതലും എന്നെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും, പഴയതായാലും പുതിയതായാലും, ഇന്ന ആളുടെ പാട്ടെന്നോ അല്ലെങ്കിൽ ഇന്ന കാലഘട്ടത്തിലെ പാട്ടെന്നോ അല്ല, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടിട്ടുള്ള, എന്നെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയണമല്ലോ. അങ്ങനെ ആദ്യ കാലഘട്ടത്തിലൊരു ഗാനം
ദുഃഖമുള്ള സീനുകളെ എപ്പോഴും പ്രതിഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ നായകന്റെ ഒരു ആശ്രയമൊക്കെ പലപ്പോഴും വയലിനാണ്. ദുഃഖഭാവത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കാനാണോ ഈ വയലിന് കഴിയുക? അല്ലല്ല, ഒരുപാട് ഹാപ്പി സോങ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. വെസ്റ്റേണിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷെ കൂടുതൽ നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെയാണ് ഈ ശോകഭാവം കാണിക്കാനാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. റൊമാൻസ് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. വയലിൻ എന്ന് പറയുമ്പോൾ ഈ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ സംഗീതം ചെയ്യുക. വയലിൻ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിന്തിക്കുന്ന വഴി ഒരുപക്ഷെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വഴിയിലാണ്, അതായത് വയലിൻ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വഴിയിലാണ് എൻ്റെ ചിന്തകൾ പോവുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ പെടുന്ന നിലയിൽ മലയാളത്തിൽ നല്ല പാട്ടുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള പാട്ടുകൾ എങ്ങനെയാണ് താങ്കളെ ആകർഷിച്ചിട്ടുള്ളത്? പാട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, ബാബുരാജ് സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്, ഇളയരാജ സാറിൻ്റെ തന്നെ മലയാളത്തിലുള്ള പാട്ടുകളുണ്ട്. പാട്ടുകൾ ഞാൻ ഇന്ന ഭാഷ എന്നോ അങ്ങനെയൊന്നും കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത്, എവിടെയെങ്കിലുമൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ, അത്രയേ ഉള്ളൂ. ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ ബാബുരാജ് സാറിൻ്റെയൊക്കെ ഒരുപാട് പാട്ടുകൾ വായിക്കാറുണ്ട് എനിക്ക്. താങ്കൾ സംഗീത പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് 25 വർഷമായി, പ്രായം അത്ര ആയില്ലെങ്കിലും 25 വർഷമായി എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുന്ന ഒരു സമയത്ത് 17ാമത്തെ വയസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ യേശുദാസിനെ കൊണ്ട് പാടിച്ചു. മലയാളത്തിൽ തന്നെ ഒരു തരംഗത്തിന് തുടക്കമിട്ട ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. വിരലെണ്ണാവുന്നതാണെങ്കിലും ശ്രദ്ധേയമായ ചില സിനിമകൾ ചെയ്തു, നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു. ഇതിനിടയിൽ ആ ഒരു വളർച്ചയുടെ ഒഴുക്ക് എവിടെയോ തടസ്സപ്പെട്ടു എന്ന് ആർക്കും തോന്നിപ്പോകുന്ന ഒരു കരിയറാണ് താങ്കളുടേത്. ഗോഡ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം താങ്കളുടെ വളർച്ചയിൽ ഇങ്ങനെ ഒരു തടസ്സം രൂപപ്പെട്ടത്? ഒരു സ്ട്രീമിൽ ഞാൻ തുടങ്ങി, ഈ പറഞ്ഞതുപോലെ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയപ്പെട്ടത്. അപ്പോൾ തുടങ്ങിയത് ഞാൻ എപ്പോഴും വയലിനിലും അല്ലെങ്കിൽ സംഗീതം എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയുള്ളൂ. എൻ്റെ കുടുംബത്തിൽ നിന്നും അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത്. വയലിൻ, ക്ലാസിക്കൽ കോൺസേർട്സ്, അങ്ങനെ ഒരു രീതിയിലേക്ക്, ഫ്യൂഷൻ ആയാലും അതെ. അപ്പോൾ അതിനിടയിൽ ശരിക്കും ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ഞാനൊരു മൂവി ചെയ്തപ്പോഴാണ്, പതിനേഴാമത്തെ വയസ്സിൽ സിനിമ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ആ ഒരു വഴി എവിടെ തടസ്സപ്പെടുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല. കുറച്ച് ഞാൻ തന്നെ മനഃപൂർവ്വം എടുത്ത തീരുമാനങ്ങളുണ്ട്, വേണ്ട ഇനി ഞാനിങ്ങനെ പോകുന്നത് ശരിയല്ല വെച്ചാൽ അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു തൃപ്തിയും കിട്ടുന്ന അവസ്ഥ ഉണ്ടായില്ല. പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ കോൺസെപ്റ്റും അപ്പുറത്തെ ഒരാളുടെ കോൺസെപ്റ്റും തമ്മിൽ ചേരാതെ വരുമ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ, വർക്കൗട്ട് ആവില്ല കാര്യങ്ങൾ. പലപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ കൊടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞ് തന്നെ വിളിക്കുമ്പോഴേ ഉഴപ്പി പോയിട്ടുണ്ട്. ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കരിയറിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ നിന്ന് ബീഥോവനെ പോലെ മൊസാർട്ടിനെ പോലെ സംഗീതം ഉണ്ടാക്കുന്നതല്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ആവുന്നില്ലെങ്കിൽ, കോൺസെപ്റ്റ് വൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. ഒരുപക്ഷെ ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ പറയുന്ന കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ എൻ്റെ പ്രായം അതിനൊരു വലിയ പ്രശ്നമായിരുന്നിരിക്കണം. സിനിമയിൽ ഇപ്പോൾ ഇത്ര ആക്റ്റീവ് അല്ല സംബന്ധിച്ചു, പക്ഷേ മലയാളികളെ സംബന്ധിച്ചോളം വയലിൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരുകളൊന്നും എന്തായാലും ബാലഭാസ്കറിനെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇനിയിപ്പോൾ ഒരു സംഗീത സംവിധാനം ആയാലും പക്ഷേ ഇത്രയും എക്സൈറ്റ്മെൻറ്റ്സ് അങ്ങനെ കിട്ടണമെന്നില്ല. എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതൊരു കൊതി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം തോന്നുന്ന സമയത്ത് ചെയ്യാനുള്ള വഴിയാണ് ഞാൻ ആൽബത്തിലൂടെ കണ്ടെത്തിയത്. ഇപ്പോഴും ഞാൻ പാട്ടുകൾ ചെയ്യാറുണ്ട് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടി മാത്രം, എൻ്റെ ബാൻഡിലേക്ക് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പോസർ എന്നുള്ള രീതിയിൽ എനിക്ക് സംതൃപ്തി തരുന്ന വർക്കുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നൊരു വലിയ മാധ്യമത്തിൽ ഇപ്പോൾ നമ്മളൊരു പാട്ട്, ഞാനൊരു മ്യൂസിക് കമ്പോസറാണ്, അല്ലെങ്കിൽ ഞാനൊരു പാട്ടുകാരനാണ്, ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞ ഒരാൾ അയാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഏത് സിനിമയിലാണ് എന്നായിരിക്കും അടുത്ത ചോദ്യം. അതൊരു തെറ്റായ പ്രവണത, അല്ലെങ്കിൽ അതൊരു കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് മറ്റൊരു പാരലൽ സ്ട്രീം ഓഫ് ആർട്ടിനെ കാണാൻ പറ്റിയാൽ നല്ലതായിരിക്കും. ഈ ബാൻഡുകളുടെ ഭാവി എന്താണ് കേരളത്തിൽ? അത് നന്നാവാൻ പോകണോ അതോ ഇനിയും താഴേക്ക് പോകുമോ?
എനിക്കറിയില്ല ഇവിടെ ആൽബം ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ഭയങ്കരമായ ധാരണ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നത് ഒരുപാട് നല്ല രീതിയിൽ പോകുന്നു തന്നെയായിരുന്നു. പക്ഷേ എന്താ തുടങ്ങിയ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു പോകാൻ. പക്ഷേ നമ്മൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ആൽബം ചെയ്യാമെന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലേ. ഞാനൊരു പുതിയ കാർ വാങ്ങിച്ചു എന്നാൽ ഒരു ആൽബം ചെയ്തേക്കാം, ആരെങ്കിലും ഒക്കെ വിളിക്കും, 10,000 രൂപ 15,000 രൂപ കൊടുത്തൊരു ആൽബം ചെയ്യാം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി വരിക. എല്ലാ ചാനൽസിൽ അന്ന് ആൽബംസ് കാണിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയിട്ട്. അതിലൊക്കെ ഇതൊക്കെ കാണിച്ചു തുടങ്ങുക. ആൾക്കാരുടെ മുമ്പിലും ഒക്കെ ഇതിൻ്റെ വില ഇടിയുന്നൊരവസ്ഥ എത്തി. ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ അവസ്ഥ ഉണ്ടായി. നമ്മുടെ ഇവിടുത്തെ ബാൻഡിനൊക്കെ പക്ഷേ ഒരു സെലക്ടഡ് ഓഡിയൻസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്നൊരു പുതിയ ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവർ, അല്ലെങ്കിൽ ടി വിയിൽ ഇത്തരം ഷോകൾ കാണുന്നവർ. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് എല്ലാ തരത്തിലുള്ള കലാസ്വാദകരിലേക്കും പോകാൻ കഴിയുന്ന തരത്തിൽ അതിന് വലുതാവാൻ പറ്റിയിട്ടില്ലല്ലോ. നമ്മുടെ ഓഡിയൻസിന് കുറച്ചുകൂടെ വൈഡർ സെൻസിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് കോളേജിൽ ഷോ ചെയ്യാറുണ്ട്, ഫ്യൂഷൻ ചെയ്യാറുണ്ട്, ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻ ചെയ്യാറുണ്ട്, ഒരു വോക്കലിസ്റ്റ് പോലും ഇല്ലാണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ യൂത്തിന് പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും പറ്റേണ്ടത് തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചാനൽസും നമ്മുടെ മീഡിയയൊക്കെ ഓഡിയൻസിന് ഇത് മതി എന്നൊരു ധാരണയുണ്ടല്ലോ. ഇപ്പോൾ ടി വി ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ട് തന്നെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ചെയ്യാനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അടുത്തൊരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആലോചിക്കും എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ എന്നാലോചിക്കും. കാരണം ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ഒരുപക്ഷെ TRP ഉണ്ടാക്കാൻ എന്നാണെന്ന് ചാനൽ സമ്മതിച്ചൊന്നും വരില്ല അല്ലേ. അവർ പറയുന്ന റിയാലിറ്റി ഷോൻ്റെ കോൺസെപ്റ്റ് ചിലപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്. റിയാലിറ്റി ഷോയിൽ താങ്കൾ വിധികർത്താവായിരുന്നു കുറച്ചു കാലം. റിയാലിറ്റി ഷോ അതിൻ്റെ കൃത്യമായ ധർമ്മം നിർവഹിക്കാത്തത് കൊണ്ടാണോ, താങ്കൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? റിയാലിറ്റി ഷോ കൃത്യമായ ധർമ്മം ചാനൽസിനെ സംബന്ധിച്ചും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഞാൻ അതിൻ്റെ പാർട്ടായി വരുമ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കോൺസെപ്റ്റ് വേറെയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങൾ കണ്ട സ്വപ്നം വേറെയായിരുന്നു. അതായത് ഒരു സിംഗർ ഉണ്ടാവുക, ആ സിംഗർ അറ്റ്ലീസ്റ്റ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിംഗറായി മാറുക എന്നൊരു കോൺസെപ്റ്റ്. അതായത് ഹി ഹാസ് ടു ഗ്രൂ അല്ലെങ്കിൽ ഷീ ഹാസ് ടു ഗ്രൂ എന്നൊരവസ്ഥ. അവിടെ നിന്ന് ഒരാളെ കണ്ടുപിടിച്ച് അയാളെ അങ്ങനെ ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അതല്ലാതെ അവരെ സ്റ്റാറാക്കി തള്ളിവിടുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്നിട്ട് സ്തുതിപാഠകരാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അത് മാത്രമേ പാടുള്ളൂ. ഇനി നമ്മൾ പാട്ടുകാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ റേറ്റിംഗ് കുറയും, കുട്ടികളുടെ റേറ്റിംഗ് പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള അതൊക്കെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. അത് പിന്നെ മാത്രവുമല്ല കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു തോന്നുന്നു പലപ്പോഴും. പെട്ടെന്ന് കിട്ടുന്നൊരു ഫെയിമും അതെങ്ങനെ ഗ്ലാമറും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തൊരവസ്ഥ, ഇതൊക്കെ എനിക്ക് സഹിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് പാടായി തോന്നി. പിന്നെ അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ കുറേയൊക്കെ കണ്ടു. എൻ്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന കാര്യം കേട്ടോ. ചിത്രചേച്ചി ഒരു പ്രോഗ്രാമിന് ഓർഗനൈസർ വിളിക്കുവാണ്. അവിടെ നിന്നിട്ട് ചിത്രചേച്ചി വിളിക്കാം, ഇന്ന ഡേറ്റിൽ വിളിക്കാം, ചേച്ചി ഫ്രീ അല്ല, ആ ദിവസം ചേച്ചി ഫ്രീ അല്ല. അടുത്ത ചോയ്സ് വരുന്നത് എന്നാൽ പിന്നെ റിയാലിറ്റി ഷോയിലെ മറ്റേ കുട്ടി എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്ന് എവിടെ എന്നുള്ളതാണ് ആ കമ്പാരിസൺ. അപ്പോൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിനൊരു ഭാഗമാകാൻ എനിക്ക് തോന്നിയില്ല. താങ്കളുടെ ആൽബങ്ങളിൽ വന്നാൽ നിനക്കായി ആദ്യമായി ഈസ്റ്റ് കോസ്റ്റിൻ്റെ പ്രശസ്തമായ ആൽബങ്ങളിൽ പെട്ടതാണല്ലോ. പ്രണയിതാക്കളെയൊക്കെ തലക്ക് പിടിച്ച വരികളും പാട്ടുകളുമാണ്. അതിലൊരു ഇഷ്ടപ്പെട്ട ഒരു വരി
ഫ്യൂഷൻ സംഗീതത്തിൽ താങ്കളുടെ സംഭാവന വലുതാണ്. ഫ്യൂഷൻ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നതിൽ താങ്കൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ചാനലുകളിലൂടെ. ഒരു ഘട്ടത്തിൽ അത് നിന്നുപോയി. എങ്ങനെയാണ് അതിൻ്റെ ഒരു സജീവതയിലേക്ക് കടന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്? ഒരു ചാനലിന് വേണ്ടിയിട്ട് തന്നെ അതിന് മുമ്പ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു, ബിഗ് ഇന്ത്യൻ ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് കോൺസെപ്റ്റിലായിട്ട്. അപ്പോൾ ഒരു ചാനലിന് വേണ്ടി കോൺസെപ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങിയതിൽ നല്ല എനിക്ക് കുറേ നല്ല എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മട്ടന്നൂർ മാഷ്, അല്ലെങ്കിൽ ഹൈദരാലി മാഷ്, പിന്നെ നെയ്യാറ്റിൻകര വാസുദേവൻ സാർ, അങ്ങനെ ഇരിഞ്ഞോളി മൂസ സാർ, അങ്ങനെ ഒരുപാട് ലെജൻസുമായിട്ട് അവരുടെ സംഗീതവുമായി നമ്മുടെ സംഗീതം, അല്ലെങ്കിൽ പുതിയത് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് യോജിപ്പിച്ച് നോക്കുവാൻ അവസരം കിട്ടി ഒരുപാട്. അങ്ങനെ കുറേ ഈ എപ്പിസോഡ്സ് അങ്ങനെ ഞങ്ങൾ കവർ ചെയ്യുകയും ചെയ്തു. അത്യാവശ്യം നല്ല അപ്രിസിയേഷനും കിട്ടി. അവിടെ നിന്ന് സ്റ്റേജിലേക്ക് ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തു, കുറേ കോമ്പിനേഷൻസ് ചെയ്തു. മട്ടന്നൂർ മാഷുമായിട്ടൊക്കെ ഇപ്പോഴും സജീവമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. രവീന്ദ്ര മാഷിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് എടുക്കാൻ പറ്റുമോ? ഒരു ഇൻസ്ട്രുമെന്റ് സ്വതന്ത്രമായി അങ്ങനെ ഉപയോഗിക്കാൻ വയലിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല, മറ്റ് ഉപകരണങ്ങളെക്കാൾ കൂടുതൽ. കാരണം വോക്കലിനോട് കുറച്ചുകൂടെ ഒരു താതാത്മ്യമുണ്ട് താനും ഇതിന്റെ ശബ്ദത്തിന്. കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഗമകങ്ങളും ഫ്രെറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഗമകങ്ങൾ വായിക്കാനും ഈ ഒരുപാട് പറഞ്ഞ് കേൾക്കാറുള്ളതാണ്. വോക്കലുമായിട്ട് കുറച്ചുകൂടെ ഈ സിമിലാരിറ്റി ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇപ്പോൾ വായിക്കാൻ പറയുമ്പോഴും ഭാരവാസ്കർ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് കുറച്ച് ശോക മൂടുള്ളതാണ്. അതാണോ ഏറ്റവും? അതുകൊണ്ടല്ല, അതെന്ന് വെച്ചാൽ ബാക്കിങ്ങും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ഇൻസ്ട്രുമെൻസും ഒക്കെ വരുമ്പോഴാണ് ശരിക്കും അങ്ങനത്തെ ഒരു പാട്ട് വായിച്ച് നമ്മൾ ഫലിപ്പിക്കാൻ ഒരു മൂഡുണ്ടാവുക. ഒറ്റയ്ക്കിരുന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം, ഒരു പാട്ട് വായിച്ച് നിർത്തുക എന്നുള്ളൊരു ഫീലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഒരു ഫാസ്റ്റ് നമ്പറോട് കാണിക്കുമോ? ആൽബം ടെലിവിഷനിൽ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ബൂമങ് താന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം എന്താണ്? യൂട്യൂബ് കാര്യമായ തോതിൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണോ? യൂട്യൂബ് കുഴപ്പമില്ല. യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഇതിനകത്ത് ഇൻകം എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത്. ഒരാൾ ലക്ഷങ്ങൾ എന്തായാലും ചിലവാകും ഒരു പ്രോഡക്റ്റ് മര്യാദയ്ക്ക് ഇറക്കണമെങ്കിൽ, ക്വാളിറ്റി വൈസ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഇറക്കണമെങ്കിൽ എന്തായാലും ലക്ഷങ്ങളാകും. ഇതിനകത്ത് നിന്ന് തിരിച്ച് ആ പൈസ കിട്ടാത്തൊരവസ്ഥ വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് നിലനിൽപ്പുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പൈറസി തന്നെയാണ് കേട്ടോ. നമ്മൾ കോടികൾ മുടക്കുന്ന സിനിമകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരുന്നു നമ്മുടെ മലയാളത്തിലെ ഓഡിയോ ഇൻഡസ്ട്രി. പക്ഷേ ആ ഓഡിയോ ഇൻഡസ്ട്രി ഇപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓഡിയോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന അത്രയും ഹെൽത്തി ആയിട്ടുള്ള പാട്ടുകൾ ഇറങ്ങാൻ. ഇപ്പോൾ അന്ന് പാരലൽ സ്ട്രീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് രവീന്ദ്രൻ മാഷിൻ്റെ തന്നെ ഓണപ്പാട്ടുകൾ ഇറങ്ങുന്ന സമയത്തായാലും ലളിതഗാനം ഇറങ്ങുന്ന സമയത്തായാലും അയ്യപ്പൻ പാട്ടുകൾ ഇറങ്ങുന്നതാണെങ്കിലും ക്രിസ്തീയ ഭക്തിയാണ്, അതിനൊക്കെ വേറൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു അവസ്ഥയില്ല. പാട്ടുകൾ ഹിറ്റാവുന്നില്ല എന്നല്ല, പക്ഷേ പാട്ടുകൾ നമ്മൾ കണക്കാക്കുന്ന രീതി വാട്സപ്പിനകത്ത് ഒന്ന് അയച്ചേക്കണേ, ഒന്ന് ഡൗൺലോഡ്, ഫ്രീ ഡൗൺലോഡ്. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ എത്രയോ പേരാണ് അറിയോ, ചേട്ടാ മറ്റേ പാട്ടൊന്ന് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ എവിടെയാണ് പോകേണ്ടത്?
ഇങ്ങനെ ചോദ്യം പച്ചയ്ക്ക് അതായത് എന്താ പറയുക, നമുക്കതിനുള്ള ചളുപ്പില്ല എന്ന് പറയില്ലേ, പച്ചയ്ക്ക് പറഞ്ഞാൽ അത് വേണം പറയാനായിട്ട്. എനിക്ക് ഒരാൾ ചെയ്യുന്ന ജോലി ഞാനത് ആസ്വദിക്കണമെങ്കിൽ അതിന് വേണ്ടതായ പ്രതിഫലം കൊടുക്കാൻ ഞാൻ തയ്യാറാവണം. നമ്മൾ സിനിമയ്ക്ക് അല്ലാണ്ട് ടിക്കറ്റ് എടുത്ത് ഒരു ഷോയ്ക്ക് പോലും പോകാറില്ല അല്ലേ. നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി കിട്ടുന്ന ഫ്രീ പാസ് കിട്ടിയാൽ, കുറേ മലക്കറി വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ 10 കിലോ അരി വാങ്ങിക്കുമ്പോഴോ ഫ്രീ പാസ് കിട്ടിയാൽ നമ്മൾ ആ ഫ്രീ പാസും കൊണ്ടൊരു ഷോന് പോകും. ഇതേമാതിരി തന്നെയാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമുക്ക് ഒരു പാട്ട് ഇഷ്ടപ്പെട്ടാൽ പോലും അപ്പുറത്തെ ഒരാളുടെ വാട്സപ്പിലോ ഒന്ന് അയച്ചേക്കണേ, ഇപ്പുറത്തൊന്ന് കേൾക്കാൻ, ഇങ്ങനെ അല്ലാണ്ട് പഴയ മാതിരി അതൊക്കെ എൻ്റെ സ്വപ്നമാണ് കേട്ടോ ശരിക്കും. ഇത് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഈസിലി അവൈലബിൾ ആണ്, ആളുകൾ അങ്ങനെ എടുക്കാനേ ശ്രദ്ധിക്കും. പക്ഷെ നമുക്കിത് കൃത്യമായിട്ട് വിൽക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സാധ്യത അല്ല. ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളതാണ്, ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പോൾ വേണ്ടേ അല്ലേ. അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു മാസം ഞാൻ ജോലി ചെയ്യാം, എന്നാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പൈസ തരില്ല, പക്ഷേ ഐ ഗെറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞാലൊരു മര്യാദ കേടില്ലേ. അതേമാതിരിയല്ലേ അത് അല്ലേ. ഒരു കലാകാരൻ അയാളുടെ ജീവിതം കൂടി ചേർന്നിട്ടാണ് അല്ലേ. അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്, ഒരു പുറകിലൊരു പ്രൊഡ്യൂസറുണ്ട്, ഒരു കലാകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ എത്രയോ വർഷത്തെ പരിശ്രമമായിരിക്കാം ഒരു പാട്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്, അത് ഡെഡിക്കേഷൻ കൂടി ചെയ്യുന്നത്? ഇപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് ഇൻകം ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, പക്ഷേ ഐ ഫീൽ ലൈക്ക് ഡൂയിങ്. എനിക്കിപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നതോ എന്ന് വേണം പറയാനായിട്ട്. എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെ ആയിരിക്കും. ലൈവ് ഷോ കൊണ്ടാണ് ഞാൻ അല്ലെങ്കിലും കമ്പോസിങ്ങിൽ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കമ്പോസിങ്ങിൽ തന്നെ എൻ്റെ ബാൻഡിന് വേണ്ടി മാത്രമേ കമ്പോസ് ചെയ്യുന്നുള്ളൂ. ലൈവ് ഷോസ് നടക്കും. ലൈവ് ഷോസ് ഉണ്ടാക്കുന്ന ഞാനെപ്പോഴും പറയട്ടെ, എൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് എപ്പോഴും, ഞാൻ ഭയങ്കര സെക്യൂർഡായിട്ടുള്ള ലൈഫൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്ന പൈസ ഞാൻ ആൽബം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു ഹിന്ദി ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പൈസ ഇറക്കുന്ന ഞാൻ തന്നെയാണ് ഇറക്കുന്നത്. തിരിച്ചു കിട്ടുമോ എനിക്കൊരു ഉറപ്പുമില്ല കേട്ടോ. പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഹിന്ദി ആൽബം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബാൻഡിൻ്റേതായിട്ടുള്ള ബാലലീല എന്നാണ് ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര്. കുട്ടിക്കളി എന്നുള്ള കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു ഹിന്ദി ആൽബം, അത് മിക്കവാറും ഫെബ്രുവരി മാർച്ച് ആ കാലഘട്ടങ്ങളിൽ അതിൻ്റെ റിലീസ് ഉണ്ടാവും. അതാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അറിയില്ല അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു. ഞങ്ങൾ 25th ഇയർ ഇപ്പം എന്താണ് ഞാൻ സ്വയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഒരു കുറച്ച് വലിയൊരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. അവസാനമായി ഒരു പാട്ടുകൂടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു കമ്പോസിഷൻ വായിക്കാം ഞാനോ. ഒരു മെലഡി തന്നെയാണ്. എൻ്റെ പേര് വെൻ ഫ്ലവേഴ്സ് ടോക്ക് എന്നാണ്, പൂക്കൾ സംസാരിക്കുമ്പോൾ. വളരെയധികം നന്ദി ഇത്രയും നേരം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചെലവഴിച്ചതിന്. താങ്ക് യു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.